ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഉറക്കവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇശാ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങരുത്. മിസ്വാക്ക് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പായി നമ്മൾ വുളു ചെയ്യണം. വിരിപ്പ് 3 പ്രാവശ്യം തട്ടിക്കുടൽ സുന്നത്താണ്. കമയിന്ന് കിടക്കരുത്. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക. അതുപോലെ തന്നെ വലതു കൈ കവിളിന് താഴെ വെക്കുകയും ചെയ്യുക. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും അവരെല്ലാം അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട്. അവർ പറയുകയും ചെയ്തു, ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് പൊറുക്കേണമേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അല്ലാഹു ഒരാളോടും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവരവർക്കു തന്നെ, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവർക്കു തന്നെ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോകുകയോ ഞങ്ങൾക്കു തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കണമേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്നിവ 33 തവണയും
അല്ലാഹു അക്ബർ എന്ന് 34 തവണയും ചൊല്ലുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ സൂറത്തുകൾ ഓതി ഇരു കൈകളിലും ഊതി തലയും മുഖവും ശരീരത്തിന്റെ ഭാഗങ്ങളുമൊക്കെ തടവുക. ഇത് 3 പ്രാവശ്യം ചെയ്യുക. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക റഫഅഹു ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൾഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. എന്റെ രക്ഷിതാവേ, നിന്റെ നാമത്തിൽ എന്റെ പാർശ്വം ഞാൻ വെക്കുന്നു. അതിനെ ഞാൻ ഉയർത്തുന്നതും നിന്റെ സഹായം കൊണ്ടാണ്. എന്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണമേ. അതിനെ നീ വിട്ടുതരികയാണെങ്കിൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരെ സംരക്ഷിക്കുന്നതുകൊണ്ട് അതിനെയും നീ സംരക്ഷിക്കണമേ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹിയ ഇലൈക വഅൽജഅ്തു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയ്യിക അല്ലദീ അർസൽത. അല്ലാഹുവേ, എന്നെ ഞാൻ നിന്നിലേൽപ്പിക്കുകയും എന്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എന്റെ കാര്യങ്ങൾ നിന്നിലർപ്പിക്കുകയും എന്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ടും നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ നിന്റെ ശിക്ഷയിൽ നിന്ന് അഭയമോ രക്ഷയോ ഇല്ല. നീ അവതരിപ്പിച്ച വേദത്തിലും നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ: അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. നമ്മെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും, അവങ്കലേക്കാണ് നമ്മുടെ പുനർജന്മം. അല്ലാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ.